എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ഈ വീഡിയോൻ്റെ തമ്പനയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആരും ഇല്ലാത്തവർക്ക് ദൈവം തുണാന്ന്. സത്യമാണത്. ആരും ഈ ഭൂമിയിൽ സഹായിക്കാനില്ലാത്തവർക്ക്, ആരും ഈ ഭൂമിയിൽ താങ്ങുവാനോ കരുതുവാനോ ഇല്ലാത്തവർക്ക് ദൈവം തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം അച്ഛനൊരു ധ്യാനമൊക്കെ കഴിഞ്ഞ് രാത്രി 10 മണിയായപ്പോൾ അച്ഛൻ്റെ ഇടവക പള്ളിയിലേക്ക് കയറി വരാണ്. അപ്പോൾ എൻ്റെ ഇടവക പള്ളിയുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ മാതാവിൻ്റെ ഒരു രൂപമുണ്ട്. ഗേറ്റിൻ്റെ സൈഡിലായിട്ട് മാതാവിൻ്റെ ഒരു രൂപമുണ്ട്. അപ്പോൾ രാത്രി 10 മണിയായി. അപ്പോൾ അച്ഛൻ എങ്ങനെ അച്ഛൻ്റെ വണ്ടിയും കൊണ്ട് ഇങ്ങനെ ഗേറ്റ് തുറക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ ഗേറ്റിൻ്റെ മുന്നിൽ മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ ഇരുന്നുകൊണ്ട് രാത്രി 10 മണിക്ക് ഒരു ചേട്ടൻ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം നിലത്തിരിക്കുകയാണ്, റോഡിനോട് ചേർന്ന് നിലത്തിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 5-6 തിരികൾ, കുഞ്ഞു തിരികൾ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ലോഹയിലൊന്നുമല്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങി, വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ ചേട്ടൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി ചേട്ടാ, ഇത്ര രാത്രി ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുട്ടത്തിരുന്ന് ഈ ചെറിയ തിരി വെളിച്ചത്തിൽ പ്രാർത്ഥിക്കുന്ന? അപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അച്ഛാ, എനിക്ക് ആരുമില്ല, പക്ഷേ എനിക്ക് തുണ ദൈവമാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പോൾ എന്നാ പറ്റിയെന്ന് വെച്ചപ്പോൾ ചേട്ടൻ പറയണം, അച്ഛാ, ഞാൻ മാതാവിൻ്റെ രൂപത്തിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് പ്രതിമയല്ല അച്ഛാ, പ്രതിമയല്ല, മാതാവിന് ജീവനുണ്ട്. ഞാൻ എപ്പോഴൊക്കെ മാതാവിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നോ അപ്പോഴൊക്കെ മാതാവ് എന്നെ കരുതാറുണ്ട്. എൻ്റെ ഈ ശരീരത്തിൽ ഓടുന്നതൊക്കെ ഉണ്ടല്ലോ, മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന കൃപകൾ കൊണ്ടാണ് അച്ഛാ എൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വേദനകളും സങ്കടങ്ങളും ഒക്കെ അച്ഛനോട് പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, അദ്ദേഹം ഒരു ചെറിയൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു മാസം 1500 രൂപ ഉള്ളൂ. അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ രോഗിയായിട്ടുള്ള ഭാര്യയുണ്ട്, 2 കുഞ്ഞു മക്കളുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്നറിയാം, അദ്ദേഹത്തിൻ്റെ വലത് കാലിന് മന്ദരോഗമുണ്ട്, ഭയങ്കര വലിയൊരു കാലാണ്. അപ്പോൾ അല്ലാതെ അദ്ദേഹം ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ജീവിത ക്ലേശങ്ങളെല്ലാം പറഞ്ഞു. ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് തൈറോയിഡിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടെന്നും കുഞ്ഞുങ്ങളാണെന്നും അവർക്ക് സ്കൂളിൽ ഫീസ് കെട്ടാനുണ്ടെന്നൊക്കെ അച്ഛനോട് പറഞ്ഞു. ദൈവം സഹായിച്ച് അന്ന് അച്ഛൻ വരുന്ന വഴിക്ക് അന്ന് അച്ഛൻ്റെ മന്ത്ലി അലവൻസ് കിട്ടിയ ദിവസമായിരുന്നു. ഇത് കറക്റ്റായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന് കറക്റ്റായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കാനായിട്ട് പറ്റി. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവം ആരുമില്ലാത്തവർക്ക് ദൈവം തുണയാണെന്നേ. അപ്പം ഞാനും ചിന്തിച്ചത് അതാണ്. എൻ്റെ മുന്നിൽ ആ പാവപ്പെട്ട മനുഷ്യനിരുന്ന് കരയുമ്പോൾ, എൻ്റെ കണ്ണുമുമ്പിൽ നിന്നത് കാണുമ്പോൾ ദൈവം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചേക്കുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളാണ് പുരോഹിതനായ എൻ്റെ ഈ കരങ്ങൾ. എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയമാണ് എൻ്റെ ഹൃദയം. എൻ്റെ ദൈവം ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കേണ്ടത് പുരോഹിതനായ എന്നിലൂടെ അല്ല എന്നുള്ളൊരു ചിന്ത എന്നിലേക്ക് തന്നു. അദ്ദേഹം പറഞ്ഞ വാക്ക് എത്ര സത്യമാണ്. ആരുമില്ലാത്തവർക്ക് ദൈവം തുണം. എന്നിട്ട് അവസാനം എന്നോട് പറഞ്ഞൊരു കാര്യം എന്നറിയാൻ വെച്ചാൽ, ഇന്ന് മുഴുവൻ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. രാത്രി 10 മണിക്ക് ഈ രൂപത്തിൻ്റെ മുന്നിലിരുന്ന്, മാതാവിൻ്റെ മുന്നിലിരുന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നടന്ന 2 അത്ഭുതങ്ങൾ അച്ഛൻ കണ്ടോ? ഒന്ന്, തൊട്ടടുത്തുള്ള കടക്കാരൻ എനിക്ക് 2 പൊറോട്ടയും ചായയും ഫ്രീ ആയിട്ട് തന്നു. രണ്ടാമത്തേത് ഇത് കണ്ടോ, ഞാൻ മാതാവിൻ്റെ മുന്നിലിരുന്ന് തിരികത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ആരോടും പൈസ അയച്ചിട്ടില്ല, അച്ഛൻ വന്നു എന്നെ സഹായിച്ചു. കണ്ടോ, ആരുമില്ലാത്തവർക്ക് ദൈവം തുണ. സത്യമായിട്ടുള്ള കാര്യമാണ്. ഈ അച്ഛനെ കേൾക്കുന്ന നിങ്ങൾക്ക് ആരുമില്ലേ? നിങ്ങൾ ഒറ്റയ്ക്കാണോ? നിങ്ങളെ സഹായിക്കാനോ നിങ്ങൾക്കൊരു കൈത്താങ്ങാകാനോ ആരുമില്ലേ? പക്ഷെ നിങ്ങൾക്ക് ഒരാളുണ്ട്, നിങ്ങളെ നിത്യം സ്നേഹിക്കുന്ന, കരുതുന്ന ഒരാളുണ്ട്. അതാരാണ്? ഈശോയൻ. സങ്കീർത്തനം 68:5, ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ്. കണ്ടോ, അനാഥർക്കും വിധവകൾക്കും ഒക്കെ കർത്താവ് സംരക്ഷകനാണ്. ആരുമില്ലാത്തവർക്ക് ദൈവം തുണയായിട്ടിരിക്കും. സങ്കീർത്തനം 140:12, കർത്താവ് പീഡിതർക്ക് നീതി നടത്തി കൊടുക്കുമെന്നും അഗതികൾക്ക് ന്യായം നിർവഹിച്ചു കൊടുക്കുമെന്നും ഞാൻ അറിയുന്നു. കർത്താവ് തീർച്ചയായിട്ടും എന്ത് ചെയ്യും? പീഡിപ്പിക്കപ്പെട്ടവർക്ക് നീതി നടത്തി കൊടുക്കും, അഗതികൾക്ക് ന്യായം നിർവഹിച്ചു കൊടുക്കും. തീർച്ചയായിട്ടും അത് സംഭവിക്കും. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ വൈറലായിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു. ഒരമ്മമ്മ, പ്രായമുള്ള ഒരു അമ്മമ്മ ഗുഡ്നസ് ടി വിയിലും ഷാലോൺ ടി വിയിലൊക്കെ ഉണ്ടായിട്ട് ചെറിയൊരു ക്ലിപ്പിങ്സ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചു, റീല്. ഒരമ്മമ്മ പറയാണ്,
നമ്മൾ ഒരിക്കലും അനാഥരെയും വിധവകളെ എന്നും നമ്മളെ തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളുകളെ എന്നും നമ്മൾ വേദനിപ്പിക്കരുത്. കാരണം അവർക്ക് നമ്മെ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അവരെ വേദനിപ്പിച്ചാൽ ദൈവം നമ്മോട് ചോദിക്കുമെന്ന്, ദൈവം അവരുടെ കൂടെ നിൽക്കുമെന്ന്, ദൈവം അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുമെന്ന്. മനസ്സിലായി? ആരുമില്ലാത്തവർക്ക് ദൈവം തുണയാണ്. ദൈവം ഈ ഭൂമിയിൽ അനാഥമായ ജന്മങ്ങളെയും ഈ ഭൂമിയിൽ തഴയപ്പെട്ട ജീവിതങ്ങളെയും ഈ ഭൂമിയിൽ മാറ്റി നിർത്തപ്പെട്ട ജീവിതങ്ങളെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവനാണ്. അതുകൊണ്ടല്ലേ വചനം പറയുന്നത്, ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്ന്. സങ്കീർത്തനം 46:1. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. കേട്ടോ, കഷ്ടതകളിൽ ദൈവത്തെക്കാളും വലിയ തുണ ഈ ഭൂമിയിലോ ഈ വരാനിരിക്കുന്ന ഭൂമിയിലോ ആരുമില്ല, ഒരിക്കലും ഉണ്ടാവുകയുമില്ല. നമുക്കറിയാലോ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, ഓക്കെ, അവൾ ഒരു പാപം പല ആവർത്തി ചെയ്ത് അവളോടൊപ്പം തന്നെ ആ വ്യഭിചാരം എന്ന പാപത്തിൽ ഏർപ്പെട്ട ഒത്തിരി പേരുണ്ട്. അവസാനം എന്ത് ചെയ്യാണ്? യഹൂദ നിയമപ്രകാരം ആ പെൺകിടാവിനെ എങ്ങോട്ടേക്ക് കൊണ്ടുവരുവാണ്? നഗരമധ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. കല്ലുകൾ എറിഞ്ഞ് കൊല്ലാൻ പോവാണ്. അവൾക്ക് ആരുമില്ല. അവൾക്ക് ഇതുവരെ പാപത്തിൽ പങ്കാളികളായിരുന്നവർ ആരും കൂടെയില്ല. അവരുടെ മുന്നിൽ മരണമെന്നുള്ളൊരു കൂട്ടാളി മാത്രമേ ഉള്ളൂ. വേറെ എവിടേക്കും അവൾക്ക് ഓടി രക്ഷപ്പെടാനില്ല, ആരുമില്ല, ഒന്നുമില്ല, ഒന്നിനെയും ആശ്രയിക്കാനും പറ്റത്തില്ല. ആ സമയത്താണ് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ഒരു എന്താ പറയുക, ഒരു രാജകീയമായ ഒരു കടന്നുവരും അവിടെ നമ്മളെ കാണുന്നത്. കർത്താവ് നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് തെല്ലെന്ന് കണ്ണുകൾ ഉയർത്തിയിട്ട് ആ ജനക്കൂട്ടത്തോട് ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങളിൽ പാപമില്ലാത്തവൾ ഇവളെ ആദ്യം കല്ലെറിയട്ടെ എന്ന്. അപ്പോൾ മുതിർന്നവർ മുതൽ കല്ലുകൾ താഴെയിട്ട് യാത്രയായി എന്ന് പറയുക. നോക്കിയേ, ആരുമില്ലാത്തവരുടെ കൂടെ കർത്താവ് കൂടെ നിൽക്കും. അവൾ നോക്കിയേ, പാപം മൂലം ഒറ്റപ്പെട്ടു പോയ സ്ത്രീയാണ്. വ്യഭിചാരം എന്ന അശുദ്ധമായ പാപം മൂലം ഒറ്റപ്പെട്ടു പോയ സ്ത്രീയാണ്. പക്ഷെ കർത്താവ് അവളുടെ കൂടെ നിന്നു എന്നുള്ളതാണ്. ആലേലൂയ, 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 ആലേലൂയ. ഈ പച്ചനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. ഈ പാപം മൂലം വല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന, ജീർണിച്ച അവസ്ഥകളിൽ നിൽക്കുന്നവർ, ജഡികമായ പാപങ്ങൾ, സ്വയം ഭോഗം, സ്വവർഗഭോഗം, മറ്റ് അശുദ്ധ ബ്ലൂ ഫിലിംസിൻ്റെ അഡിക്ഷൻ, അങ്ങനെ ഈ ജഡിക പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്നവർ, മദ്യപാനത്തിൽ നിന്ന് കരകയറി വരാൻ പറ്റാത്ത അവസ്ഥയിലുള്ളവർ, ലഹരി പദാർത്ഥങ്ങളുടെ പിടിയിൽ നിന്ന് കരകയറി വരാൻ പറ്റാതെ തകർന്നു പോയവർ, അങ്ങനെ പല പാപങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവർ, തെറ്റായ പ്രണയബന്ധങ്ങൾ, തെറ്റായ അവിഹിത ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ കർത്താവ് പറയാണ്, നിൻ്റെ കൂടെ ആരുമില്ലെങ്കിലും കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. നിന്നെ ഈ പാപത്തിൽ നിന്ന് കയറ്റിക്കൊണ്ടുവരാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ വചന സന്ദേശം നിനക്കുള്ളൊരു ദൂതാണ്, ഇതൊരു ചാൻസാണ്. നീ എഴുന്നേക്കണം. നിൻ്റെ ആ തെറ്റായ പാപാവസ്ഥകളിൽ നിന്ന് നീ എഴുന്നേക്കണം. കർത്താവ് നിനക്ക് തുണയുണ്ടെന്നും കർത്താവ് നിനക്ക് പുതിയൊരു മേച്ചിൽപ്പുറം, സ്നേഹത്തിൻ്റെ, കരുണയുടെ, കരുതലിൻ്റെ ഒരു മേച്ചിൽപ്പുറവുമായി കാത്തിരിക്കുന്നൊരു ചിന്തയിലേക്ക് നീ കടന്നു വരണം. ആലേലൂയ, 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 ആലേലൂയ. ഇനി യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ സമരിയാക്കാരിയും കർത്താവും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. നട്ടുച്ച നേരത്ത് കർത്താവ് യാക്കോബിൻ്റെ കിണറ്റിനരികെ നിന്നുകൊണ്ട് സമരിയാക്കാരിയോട് സംസാരിക്കുന്നുണ്ട്. നോക്കിയേ, കർത്താവ് അവളും യഥാർത്ഥത്തിൽ തനിച്ചാണ്. ആ സുവിശേഷ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും, അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. 6ാമത് കൂടെയുള്ളവൻ അവളുടെ ഭർത്താവല്ലെന്ന് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവൾ ആൾക്കൂട്ടത്തിൽ തനിയാണ്. ഒത്തിരി പേര് അവൾക്കുണ്ടായിരുന്ന ഭർത്താക്കന്മാർ, പക്ഷേ എങ്കിലും അവൾ തനിച്ചാണ്. നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാവും, ഭർത്താവ് ഉണ്ടാവും, ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും, സഹോദരങ്ങളുണ്ടാവും. എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെട്ടു പോകുന്നവർ, എല്ലാവരും ഉണ്ടായിട്ടും തനിയെ നിഴൽ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി തകർന്നു പോയ മാനസങ്ങളൊക്കെ ഉണ്ടാവും. ഒരു വിലയും ഒരു നിലയും കൽപ്പിക്കാതെ കുടുംബാംഗങ്ങൾ മുഴുവനും മാറ്റി തള്ളിക്കളഞ്ഞവർ, വെറും വേസ്റ്റാണെന്ന് ചാപ്പകുത്തി മുദ്രകുത്തി തള്ളിക്കളഞ്ഞ ഒത്തിരി ജന്മങ്ങളുണ്ടാവും. നിനക്ക് ആരുമില്ലേ? പക്ഷെ കർത്താവ് നിൻ്റെ കൂടെയുണ്ട് കേട്ടോ. കർത്താവ് ആരുമില്ലാത്തവർക്ക് ദൈവം തുണ. നിൻ്റെ കൂടെ
കർത്താവുണ്ട്. ഇപ്പം അച്ഛനെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഡിപ്രഷനിലൂടെ, നിരാശയിലൂടെ, വല്ലാതെ സൂയിസൈഡൽ ടെൻഡൻസീസിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവ് പറയാണ്, നിൻ്റെ ചിന്തക്കുള്ളിൽ നീ ഒറ്റയ്ക്കാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിന്നെ വേദനിപ്പിക്കുന്നവർ, നിന്നെ സ്നേഹിക്കുന്നവർ നിന്നെ തനിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ, നീ ഒരുപാട് ഹൃദയത്തിൽ ചേർത്ത് വെച്ച വ്യക്തികൾ നിന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അച്ഛൻ പറയാണ് നീ ഒറ്റയ്ക്കല്ല, കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. ആരുമില്ലാത്തവർക്ക് ദൈവം തുണ കേട്ടോ. കർത്താവ് നിനക്ക് കൂടെയുണ്ട് കേട്ടോ, നിനക്ക് തുണയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നീ വിഷമിക്കണ്ട കേട്ടോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിലാപങ്ങൾ 3:22. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കണ്ടോ, എത്ര അഭിഷേകം നിറഞ്ഞൊരു വചനമാണെന്ന് നോക്കിയേ. ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ സ്നേഹം പുതിയതാണ്. പറയണം, നമ്മളെല്ലാവരും പറയണം, കർത്താവെ, ഇന്നെന്നെ സ്നേഹിച്ചതുപോലെയല്ല നാളെ പ്രഭാതത്തിൽ അങ്ങനെ സ്നേഹിക്കാൻ പോകുന്നത്. ഓരോ ദിവസത്തിലും അങ്ങയുടെ സ്നേഹം പുതിയതാണല്ലോ കർത്താവെ. പുതിയ സ്നേഹം നൽകുന്ന, പുതിയ കരുതലൊഴുക്കുന്ന, പുതിയ കാരുണ്യങ്ങൾ എന്നിലേക്ക് ഒഴുക്കുന്ന എൻ്റെ കർത്താവെ, എന്നെ തനിച്ചാക്കാത്ത എൻ്റെ കർത്താവെ, ഞാനങ്ങയെ സ്തുതിക്കുന്നു, ഞാനങ്ങയെ ആരാധിക്കുന്നു, ഞാനങ്ങയെ മഹത്വപ്പെടുത്തുന്നു എന്ന് ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും നമ്മളെല്ലാവരും പറയണം. 1 പത്രോസ് 5:6. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ ഇരിക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എല്ലാം എളിമയോടെ നിന്നുകൊണ്ട് കർത്താവിലേക്ക് ഉയർത്തി കൊടുത്താൽ മതി. നമുക്കറിയാമല്ലോ നല്ല കള്ളൻ്റെ കാര്യം. നോക്കിയേ, ആ കള്ളൻ ഈ ഭൂമിയിലുള്ള ജീവിത കാലഘട്ടത്തിൽ ഒത്തിരി കാര്യങ്ങൾ മോഷ്ടിച്ചു, ഒത്തിരി പാപങ്ങളിൽ മുഴുകി ജീവിച്ചു. പക്ഷെ അവസാനം എന്ത് ചെയ്തു? കർത്താവിൻ്റെ മുന്നിൽ എളിമയോടെ അവൻ്റെ ഹൃദയത്തെ, അന്തരംഗത്തെ ഉയർത്തി കൊടുത്തു. കർത്താവിനോട് അവൻ എന്ത് പറഞ്ഞു? കർത്താവേ, അങ്ങ് പർദീസയിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. കണ്ണുനീരോടെ, വിലാപത്തോടെ, താഴ്മയോടെ, അനുതാപത്തോടെ അവൻ പറഞ്ഞു. കർത്താവ് എന്ത് ചെയ്തു? മോനെ, നീ എന്ന് എന്നോടൊപ്പം പർദീസയിലായിരിക്കും. അവന് ആരുമില്ല, ആ സമയത്ത് ആരുമില്ല, അവൻ ഒറ്റയ്ക്കാണ്. ആ കുരിശിൽ വല്ലാതെ നുറുങ്ങി വേദനിച്ചിരുന്ന സമയത്ത് കണ്ടോ, കർത്താവിൻ്റെ മാസ് എൻട്രി അവിടെ സംഭവിക്കുകയാണ്. കർത്താവിൻ്റെ സ്നേഹം നിറഞ്ഞ ഹൃദയം അവനെ കീഴ്പ്പെടുത്തുകയാണ്. കർത്താവ് പറയാണ്, മോനെ വാ, പർദീസയിലേക്ക് പോവാന്ന്, ഇന്ന് നീ എന്നോടൊപ്പം പർദീസയിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് കർത്താവ് ആ നല്ല കള്ളൻ്റെ ആത്മാവുമായിട്ട് യാത്രയായത് നമ്മൾ ഓർക്കുന്നില്ലേ? കർത്താവ് ആരും ഇല്ലാത്തവർക്ക് ദൈവം തുണ, ദൈവം തുണ, ദൈവം തുണ. ദൈവം ഉണ്ട് കേട്ടോ, കർത്താവ് ഉണ്ട് കേട്ടോ, കർത്താവ് നിന്നെ അറിയുന്നുണ്ട് കേട്ടോ, കർത്താവ് നിൻ്റെ താളം തെറ്റിയ ഹൃദയത്തിൻ്റെ ഇടിപ്പുകൾ കേൾക്കുന്നുണ്ട് കേട്ടോ. നീ ഒന്നുകൊണ്ടും വേദനിക്കണ്ട കേട്ടോ, നൊമ്പരപ്പെടണ്ട കേട്ടോ, ഈശോ കൂടെ ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഇനി അച്ഛൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവം തുണയാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ തുണയായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വയ്ക്കുക, ദൈവത്തെ തുണയായി കിട്ടാൻ നാം എന്ത് ചെയ്യണം കേട്ടോ. ഇതാണ് ഇനി ആ കാര്യമാണ് അച്ഛൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ദൈവത്തെ തുണയായി കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട പരമപ്രധാനമായിട്ടുള്ള കാര്യം പ്രാർത്ഥനയുണ്ടാവണം. നമുക്ക് വ്യക്തിപരമായൊരു പ്രാർത്ഥന ഉണ്ടാവണം. അമ്മ ത്രേസ്യ പറയുന്ന ഒരു ക്ലാസിക്കലായിട്ടുള്ള ഡെഫിനേഷൻ എന്താ? പ്രെയർ ഈസ് എ കോൺവെർസേഷൻ വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അച്ഛൻ്റെ ഹൃദയത്തെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു ഡെഫിനേഷൻ, ഒരു ചെറിയ ഡെഫിനേഷൻ അച്ഛൻ പറയാണ്. പ്രെയർ ഈസ് കമ്മ്യൂണിയൻ വിത്ത് അവർ ക്രിയേറ്റർ. പ്രാർത്ഥന എന്ന് പറയുന്നത് സൃഷ്ടാവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണെന്ന് പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, പ്രാർത്ഥന സൃഷ്ടാവുമായിട്ടുള്ള കൂട്ടുകൂടലാണ് കേട്ടോ. ദൈവത്തെ തുണയായി കിട്ടണമെങ്കിൽ പ്രാർത്ഥന ഉണ്ടാവണം. പ്രാർത്ഥന ദൈവത്തോടൊപ്പമുള്ളൊരു കൂട്ടുകൂടലാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങൾ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. നമ്മളെല്ലാം കർത്താവിലേക്ക് ഉയർത്തണം. നമ്മളുടെ പ്രാർത്ഥനകളും യാചനകളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം കർത്താവിലേക്ക്
ഉയർത്തണം. അപ്പം നമ്മളിലേക്ക് എന്ത് സംഭവിക്കും? സൃഷ്ടാവുമായിട്ട് നമ്മൾ കൂട്ടുകൂടുമ്പോൾ നമുക്കെല്ലാം പറയാൻ സാധിക്കുമല്ലോ. പറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മളിലേക്ക് നിറയുമെന്ന് പറയുക കേട്ടോ. ദൈവത്തോട് കൂട്ടുകൂട്. ദൈവത്തെക്കാളും നമ്മുടെ ഈശോയെക്കാളും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ നമുക്ക് ഈ ഭൂമിയിൽ ഒരിക്കലും കാണാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ ഒരുപാട് കഥകളും കവിതകളും ഒക്കെ വായിച്ചിട്ടില്ലേ? കൂട്ടുകാരൻ ചതിക്കുന്നത്, കൂട്ടുകാരി ചതിക്കുന്നത്, കൂടപ്പിറപ്പുകൾ ചതിക്കുന്നത്, ചതിക്കഥകളൊക്കെ ഒരുപാട് ഇന്ന് സമൂഹത്തിലൊക്കെ വല്ലാതെ പടർന്നിരിക്കുകയാണ്. ഒത്തിരി ചതിക്കഥകൾ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ചതിക്കാത്ത, വഞ്ചിക്കാത്ത, പറ്റിക്കാത്ത ഒരാളാണ് നമ്മുടെ ഈശോ കേട്ടോ. അപ്പോൾ ആ ഈശോയോട് നമ്മൾ ചേർന്ന് നിൽക്കണം. കർത്താവിനെ തുണയായിട്ട് നമ്മൾ ചേർത്ത് നിർത്തണം.